നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണയെ പ്രതിരോധിച്ച UAE പ്രവാസികളെ തിരികെ വിളിക്കാൻ തുടങ്ങി. ദുബായിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രവാസികൾക്കായി കാത്തിരിക്കുന്നത്. എന്നാൽ ആദ്യം ചെയ്യേണ്ടത് UAE നിർദ്ദേശിച്ച വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. രജിസ്ട്രേഷൻ സൗജന്യമായാണ് നടത്തുന്നത്. അപേക്ഷ സ്വീകരിച്ചാൽ മൊബൈൽ ഫോണിലേക്ക് അറിയിപ്പ് വരും. ഇതിന്റെ കോപ്പി കയ്യിൽ കരുതുക. നാട്ടിൽ നിന്ന് തന്നെ COVID-19 പരിശോധന നിർബന്ധമായും നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാലേ വരവ് യാഥാർത്ഥ്യമാവുകയുള്ളൂ. അംഗീകൃത ലബോറട്ടറികളിൽ നിന്നായിരിക്കണം റിപ്പോർട്ട് കരസ്ഥമാക്കേണ്ടത്. ലോകത്തെ 17 രാജ്യങ്ങളിലെ 106 നഗരങ്ങളിൽ അംഗീകൃത ലബോറട്ടറികളെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ പാസ്പോർട്ട് കോപ്പി കാണിക്കേണ്ടതാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പല ഫീസാണ് ഈടാക്കി വരുന്നത്. കാസർഗോഡ് 3750 രൂപ നൽകിയാണ് പരിശോധന നടത്തിയത്. 4500 രൂപ വരെ ഈടാക്കുന്നവരുമുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഫലം ലഭ്യമാകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നെഗറ്റീവ് ആണെങ്കിൽ തുടർന്ന് 4 ദിവസത്തിനുള്ളിൽ മടക്കയാത്ര നടത്തിയിരിക്കണം. കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ടും UAE അനുമതി രേഖയും ഉപയോഗിച്ചാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. വിമാനത്തിനകത്ത് കയ്യിൽ കരുതേണ്ടവ ഇവയാണ്: കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട്, വിമാന ടിക്കറ്റിന്റെ കോപ്പി, പാസ്പോർട്ട്, UAEയിലെ അനുമതി പത്രം, അതായത് വെബ്സൈറ്റിലെ രജിസ്ട്രേഷനെ തുടർന്ന് ലഭിക്കുന്നത്. വിമാനത്താവളത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ 2 ഫോമുകൾ ലഭിക്കും. ഒന്നിൽ നാട്ടിലെയും രണ്ടാമത്തേതിൽ UAEയിലെയും മേൽവിലാസമാണ് പൂരിപ്പിക്കേണ്ടത്. ഇതിനായി വീട്ടു നമ്പർ കുറിച്ചെടുക്കണം. പേന കയ്യിൽ കരുതണം. അതായത് പേന മറക്കാതെ തന്നെ കയ്യിൽ കരുതണം. വിമാനത്താവളത്തിൽ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല. മാത്രമല്ല, പേന നൽകാൻ മറ്റ് യാത്രക്കാർ മടിക്കുകയും ചെയ്യുന്നു. മാസ്കും ഗ്ലൗസും എടുക്കണം. തെർമൽ പരിശോധന നടത്തിയാണ് യാത്രക്കാരെ വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുക. തുടർന്ന് അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നൽകണം. PPE കിറ്റ് നിർബന്ധമില്ല, എന്നാൽ ഉപയോഗിക്കുന്നതിന് വിലക്കുമില്ല. ഫേസ് ഷീൽഡ് വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ ലഭിക്കുന്നതായിരിക്കും. മാസ്ക്, ഗ്ലൗസ്, സാനിറ്റൈസർ എന്നിവയടക്കമുള്ള പ്രതിരോധ കിറ്റ് എമിറേറ്റ്സ് എയർലൈൻസ് നൽകി വരികയാണ്. വിമാനത്തിനകത്ത് ഒരു ഫോറം കൂടി യാത്രക്കാർക്ക് ലഭിക്കുകയും ചെയ്യും. അത് പൂരിപ്പിച്ച് പാസ്പോർട്ടിനോടൊപ്പം കയ്യിൽ കരുതുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.